അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECG ആണ്. ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ECG. സാധാരണ നമ്മൾ ഹാർട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പം ആദ്യം നടത്തുന്ന ടെസ്റ്റാണ് ECG എന്ന് പറയുന്നത്. ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇലക്ട്രോ കാർഡിയോഗ്രാഫി എന്നാണ് ECGൻ്റെ ഫുൾ ഫോം. അതായത് സ്റ്റഡി ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കിട്ടുന്ന അത് വേവ് ഫോം ആയിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതായത് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു റെക്കോർഡ്, ഒരു വേവ് ഫോം, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇനി അതിനെ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ എന്ത് പറയും? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയും. അപ്പം ECG എന്ന് പറയുമ്പം ഇലക്ട്രോ കാർഡിയോഗ്രാഫി എന്ന് പറയുമ്പം ആ ഒരു സ്റ്റഡി ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ടിനെയാണ് എന്ത് പറയുന്നത്? ECG എന്ന് പറയുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന നമുക്ക് ആ റിസൾട്ടിൽ കിട്ടുന്ന വേവ് ഫോം, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീൻ്റെ ആ റെക്കോർഡഡ് ഫോമിനെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇനി അതിന് ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ ഡിവൈസിന് എന്ത് പറയും? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയും. ഇനി ഈ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്ന എന്താണ്? റിത്തമിക് ഇലക്ട്രിക്കൽ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ ഓഫ് ഹാർട്ട് മസിൽസ് ഗീവ്സ് ദ ECG ഔട്ട്പുട്ട്. അപ്പം നമ്മൾക്കറിയാം ഹാർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ശരീരത്തിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് യൂസ് ചെയ്യുന്നത്. ഹാർട്ട് മിടിക്കുക എന്ന് നമ്മൾ പറയാം. ഹാർട്ട് മിടിക്കുക എന്ന് പറയുമ്പം ഹാർട്ടിന് എക്സ്പാൻഷൻസും കോൺട്രാക്ഷൻസും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഹാർട്ടിന് ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ടാവാൻ കാരണം അവിടെ എന്തുണ്ട്? അവിടെ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഹാർട്ടിൽ ജനറേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ടാണ് ഹാർട്ട് എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിടിക്കുക എന്ന് പറയുമ്പം അവിടെ സംഭവിക്കുന്നത് ഹാർട്ടിൻ്റെ മസിൽസിൽ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഡീപോളറൈസേഷനോ റീപോളറൈസേഷനോ ഒക്കെ എന്താ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഹാർട്ടിലുണ്ടാകുന്ന റിതമിക് ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? ഈ വേവ് ഫോം ഉണ്ടാവുന്നത്. നമുക്കറിയാം ഡീപോളറൈസേഷൻ സംഭവിക്കുക, അതായത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നിന്നും ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ നമുക്ക് സെല്ലിൻ്റെ വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അത് ആക്ഷൻ പൊട്ടൻഷ്യലിലോട്ട് പോകുന്ന സമയത്ത് ആ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേരിയസ് വോൾട്ടേജസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ കിട്ടുന്ന വോൾട്ടേജസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്യുമ്പം ഏകദേശം ECGൻ്റെ വേവ് ഫോം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ വേവ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇനി ECG എന്തിനു വേണ്ടിയിട്ടാണ് ECG യൂസ് ചെയ്യുന്നത്? ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വേരിയസ് കാർഡിയാക് ആൻഡ് അതർ റിലേറ്റഡ് ഡിസീസസ്. അതായത് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന, എന്തെങ്കിലും ടൈപ്പ് അബ്നോർമാലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വർക്കിംഗ് കറക്റ്റ് ചെക്ക് ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങൾക്കാണ് എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് അസുഖങ്ങൾ ഉണ്ടോ എന്ന് ഡയഗ്നോസിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്? ECG എന്ന് പറയുന്നത്. അതിൻ്റെ ടൂളിനാണ് ECG ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അല്ല ഒരിക്കലും. എന്താണ്? ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ് എന്ത്? ECG എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ സിലബസിൽ പഠിക്കാനുള്ളത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ടും അതേപോലെ ECGൻ്റെ ലീഡ് സിസ്റ്റം, ECG റീഡിങ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇലക്ട്രോഡ്സിൻ്റെ പ്ലേസ്മെൻറ്റും ECGൻ്റെ ബ്ലോക്ക് ഡയഗ്രവും അതിൻ്റെ വർക്കിങ്ങും ആണ്. അപ്പം അത് പറയുന്നതിന് മുമ്പ് ECGൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ECGൻ്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് പറയുമ്പം എന്തും കൂടെ അറിഞ്ഞിരിക്കണം? ഹാർട്ടിൻ്റെ വർക്കിംഗ് എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഹാർട്ടിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പറയുന്നത്. ഹാർട്ടിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ബേസിക് വർക്കിംഗ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡ് പമ്പിങ് സ്റ്റേഷനായിട്ടാണ് ഹാർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഹാർട്ടിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ലങ്സിലാണ് നമ്മളുടെ ബ്ലഡും അതേപോലെ ഓക്സിജനും
കൂടിക്കലരുന്നത്. ലങ്സിൽ വെച്ചിട്ട് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവും. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ വരുന്നത് ഹാർട്ടിലേക്കാണ്. ഹാർട്ട് അതിനെ പമ്പ് ചെയ്തിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കും. അപ്പോൾ ഈ ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്ന സമയത്ത് അതിലുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ അതെന്ത് ചെയ്യും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അപ്പോൾ അവിടെ നിന്ന് ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ കളക്ട് ചെയ്യുകയും ചെയ്യും. കളക്ട് ചെയ്ത് കഴിയുമ്പം അത് ബ്ലഡ് എന്താ ഇംപ്യൂർ ആയി അല്ലെങ്കിൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി. ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് വീണ്ടും എങ്ങോട്ടാണ് വരുന്നത്, ഹാർട്ടിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെ നിന്ന് അതിനെ എങ്ങോട്ട് പമ്പ് ചെയ്യും, എഗെയിൻ ലങ്സിലോട്ട് പമ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ഈ ഓക്സിജനേഷന് വേണ്ടിയിട്ട് പമ്പ് ചെയ്യും. വീണ്ടും ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് തന്നെ വന്നിട്ട് ശരീരത്തിലേക്ക് പമ്പ് ചെയ്യും. അവിടെ നിന്ന് വീണ്ടും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് പോകും. അങ്ങനെ ആ പ്രോസസ്സ്, അതായത് പ്യുവർ ബ്ലഡിനെ ശരീരത്തിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പിങ് നടത്താനും, അതേപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത ഇംപ്യുവർ ബ്ലഡ് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ വീണ്ടും പ്യൂരിഫിക്കേഷന് വേണ്ടി ലങ്സിലേക്ക് പമ്പ് ചെയ്യാനുമാണ് എന്ത് ചെയ്യും ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ച പോലെ നമുക്കറിയാം, ഡയഗ്രത്തിൽ കാണുന്നത് ഹാർട്ടിന് 4 അറകളാണ്, മെയിനായിട്ട് 4 അറകളാണുള്ളത്. 4 ചേമ്പേഴ്സ് ഉണ്ട്. അതായത് 2 ആട്രിയം, അതായത് ആട്രിയ ഉണ്ട്, അതേപോലെ 2 വെൻട്രിക്കിൾസ് ഉണ്ട്. ഈ ആട്രിയത്തിനെ നമ്മൾ ഓറിക്കിൾ എന്നും കൂടി പറയാറുണ്ട്. റൈറ്റ് ഓറിക്കിളും റൈറ്റ് വെൻട്രിക്കിളും, അതേപോലെ ലെഫ്റ്റ് ഓറിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും. ആട്രിയം എന്നും ഓറിക്കിൾ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉള്ളതുപോലെ 4 വാൾവുകളുണ്ട്. ഇതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്, ആട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ടുള്ള ഇവിടെ ഒരു വാൾവുണ്ട്, അതേപോലെ ഇവിടുന്ന് പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്ന ഇവിടെ ഒരു വാൾവുണ്ട്, ഇവിടെയും അതേപോലെ 2 വാൾവുകളുണ്ട്. വാൾവിൻ്റെ പേരൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഹാർട്ടിൻ്റെ വർക്കിംഗ് മാത്രമാണ് നമുക്ക് ഈ സ്ലൈഡിൽ അറിയേണ്ടത്. അപ്പം വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം നമുക്കറിയാം ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ പമ്പിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ലങ്സിൽ നിന്നും ലങ്സിൽ നിന്നും വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ബ്ലഡ് പ്ലസ് ഓക്സിജൻ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് വരുന്നതാണ് പറഞ്ഞത്. ആ ലങ്സിൽ നിന്നും വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഈ പൾമണറി വെയിൻ വഴിയാണ് ഹാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രവേശിക്കുന്നത്. അത് വരുന്നത് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ടാണ് എന്ത് വരിക, ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ പ്യുവർ ബ്ലഡ് വരുന്നത്. ഈ ലെഫ്റ്റ് ആട്രിയത്തിനെ നമ്മളെ ഹാർട്ടിൻ്റെ ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ റിസർവോയർ ആണെന്നാണ് പറയുന്നത്. ഈ ലെഫ്റ്റ് ആട്രിയത്തിൽ വരുന്ന ബ്ലഡ് പിന്നെ എങ്ങോട്ട് വരും, ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഇതിനെന്ത് ചെയ്യുന്നത്, ഇതിനെ പമ്പ് ചെയ്യുന്നത്. അതായത് ഇത് കളക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരും. ഈ വെൻട്രിക്കിൾ ഫില്ലായി കഴിഞ്ഞാൽ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ പ്യുവർ ബ്ലഡ് കൊണ്ട് വെൻട്രിക്കിൾ ഫില്ലായി കഴിഞ്ഞാൽ വെൻട്രിക്കിൾ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. ഹാർട്ടിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഹാർട്ട് മിടിക്കുക എന്ന് പറയുന്നത് എക്സ്പാൻഷൻസ് ആൻഡ് കോൺട്രാക്ഷൻസ് ആണ്. അപ്പോൾ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുമ്പം ഒരു പമ്പിങ് ആക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺട്രാക്ഷൻ വന്നത്. ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ബ്ലഡ് എല്ലാം കൂടി എങ്ങോട്ട് പമ്പ് ചെയ്യും, ഈ അയോട്ട വഴി, അതായത് മെയിൻ ആർട്ടറിയാണ് അയോട്ട എന്ന് പറയുന്നത്. ഈ അയോട്ട വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതെന്ത് ചെയ്യും, പമ്പ് ചെയ്യപ്പെടും. ഒന്നുകൂടെ പറയാം, ലങ്സിൽ നിന്നും വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഈ ലങ്സിൽ നിന്ന് വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യും, പൾമണറി വെയിൻ വഴി ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് വരും. അതത് അവിടെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അത് എങ്ങോട്ട് പോകും, ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫില്ലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഹാർട്ട് ചുരുങ്ങുക ചെയ്യുന്നത്. കോൺട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പം ഈ അറ ചുരുങ്ങും. അപ്പം അവിടെ ഉണ്ടാകുന്ന ബ്ലഡ് എങ്ങോട്ട് പമ്പ് ചെയ്യപ്പെടും, ഈ അയോട്ട വഴി എങ്ങോട്ട് പോകും, ശരീരത്തിൻ്റെ, ഇതാണ് നമ്മുടെ ശരീരത്തിലെ മെയിൻ ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടയാണ്. ഇതുവഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് നടക്കും, ഡിസ്ട്രിബ്യൂഷൻ നടക്കും. എന്നിട്ട് ആ ഓക്സിജൻ, ബ്ലഡിൽ ഉണ്ടാകുന്ന ഓക്സിജൻ എല്ലാ ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതേപോലെ അവിടുന്ന് എന്ത് കളക്ട് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് കളക്ട് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പിന്നെന്തായി, ഡീ ഓക്സിജനേറ്റഡ് ആയി, ഇംപ്യുവർ ബ്ലഡ് ആയി. ഇനി ഇംപ്യുവർ ബ്ലഡിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പമ്പ് ചെയ്യണം, ലങ്സിലേക്ക് പമ്പ് ചെയ്യണം. അപ്പോൾ അത് ഡയറക്റ്റ് പോവില്ല,
അപ്പോൾ അതിന് ആ പമ്പിങ് ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അത് എങ്ങോട്ട് തന്നെ പാസ് ചെയ്യും, ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് തന്നെ പാസ് ചെയ്യും. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് ഹാർട്ടിൽ പ്രവേശിക്കുന്നത് ഈ സുപ്പീരിയർ വെന കേവ, ഇൻഫീരിയർ വെന കേവ എന്ന് പറഞ്ഞിട്ടുള്ള വെയിൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് ഹാർട്ടിൽ പ്രവേശിക്കുന്നത്. അപ്പം സുപ്പീരിയർ വെന കേവ എന്ന് പറയുന്നത് ശരീരത്തിൽ ഹാർട്ടിൻ്റെ മോൾ ഭാഗത്ത് വരുന്ന പോർഷൻസ്, അതായത് ഹെഡ്, നെക്ക്, ഇവിടെ നിന്നൊക്കെ വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് സുപ്പീരിയർ വെന കേവ വഴി റൈറ്റ് ആട്രിയത്തിലോട്ട് വരും. അതേപോലെ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ടുള്ള ബോഡി പാർട്സിൽ നിന്ന് വരുന്ന കൈ, കാല് അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻഫീരിയർ വെന കേവ വഴിയാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ആട്രിയത്തിൽ പ്രവേശിക്കുന്നത്. ഇനി ഈ റൈറ്റ് ആട്രിയത്തിന് എന്താ പറയുന്നത്, റിസർവോയർ ഓഫ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡിൻ്റെ റിസർവോയർ ആണ് റൈറ്റ് ആട്രിയം. ആ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ട് പോകും, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. നേരത്തെ പോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിൾ ഫില്ലാവുന്ന സമയത്ത് അവിടെ കോൺട്രാക്ഷൻ സംഭവിക്കും. അതായത് അറ ചുരുങ്ങുമ്പം അതെന്ത് ചെയ്യും, പൾമണറി ആർട്ടറി വഴി ഇതുവഴി എങ്ങോട്ട് പോകും, വീണ്ടും ലങ്സിലേക്ക് പോകും. ലങ്സിൽ വെച്ച് അത് വീണ്ടും എന്ത് നടക്കും, ഈ ഓക്സിജനേഷൻ നടക്കും. അത് പ്യുവർ ബ്ലഡായി വരും. ആ പ്യുവർ ബ്ലഡായിട്ട് വീണ്ടും പൾമണറി, ഇത് ലങ്സിലേക്കാണ് ഈ കണക്ഷൻ പോകുന്നത്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോവും. അവിടുന്ന് എന്ത് നടക്കും, ഓക്സിജനേഷൻ അപ്പോഴേക്കും നമ്മൾ ഇൻഹേൽ ആൻഡ് എക്സേൽ വഴി നമ്മൾ നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും പുതിയത് ഓക്സിജൻ ഉള്ളിലേക്കും എടുത്തിട്ടുണ്ടാകും. ലങ്സിൽ നിന്ന് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയിട്ട് വീണ്ടും പൾമണറി വെയിൻ വഴി ഹാർട്ടിൽ വരും. ഹാർട്ട് അതിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്ത് വിടും. അപ്പോൾ ഒരു പമ്പിങ് സ്റ്റേഷൻ ആയിട്ട് തന്നെയാണ് ഹാർട്ട് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ലങ്സിൽ നിന്നും വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇംപ്യൂർ അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ വീണ്ടും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പാസ് ചെയ്യും, ലങ്സിലേക്ക് പമ്പ് ചെയ്യും. അപ്പം ഈ ഹാർട്ട് ഇങ്ങനെ കോൺട്രാക്ഷൻസ് ആൻഡ് എക്സ്പാൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് ചുരുങ്ങുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് വെൻട്രിക്കിളിലെയും ലെഫ്റ്റ് വെൻട്രിക്കിളിലെയും ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. റൈറ്റ് ആട്രിയം, അതേപോലെ ലെഫ്റ്റ് ആട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിളും അതേപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സൈമൾട്ടേനിയസ് വർക്കിംഗ് ആണ് വരിക. 2 ലെഫ്റ്റ് ആട്രിയം ഒരേപോലെയാണ് ഫില്ലാവുക. അതേപോലെ തന്നെ 2 വെൻട്രിക്കിൾസും, റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും കോൺട്രാക്ഷൻ നടക്കുന്ന എക്സാക്ട് സെയിം ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പം ഇത് കോൺട്രാക്ട് ചെയ്യുമ്പം എന്ത് സംഭവിക്കും, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ചെയ്യപ്പെടും. ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ചെയ്യപ്പെടും. രണ്ടും കറക്റ്റ് സൈമൾട്ടേനിയസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ആ ഒരു പ്രത്യേക താളത്തിൽ ഒരു റിതമിക് ആക്ഷൻ ആണ് ഹാർട്ടിനുള്ളത്. ആ താളം തെറ്റുമ്പോഴാണ് ഹാർട്ടിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നത്. അപ്പം ഈ 2 ആട്രിയം, റൈറ്റ് ആട്രിയം ലെഫ്റ്റ് ആട്രിയം ഒരുമിച്ച് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും ഒരുമിച്ചാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എക്സൈറ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സമയം, ഒരു മില്ലി സെക്കൻഡ്സ് ഡിലേ കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുക, ഇതിൻ്റെ എക്സൈറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ഡിലേ ഉണ്ടായിരിക്കും. അതായത് ഫുള്ള് ഇവിടെ നിന്ന് വരുന്ന ബ്ലഡ് ഫുള്ള് ഇവിടെ ഫില്ലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഭാഗം എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സൈറ്റഡ് ആവാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഹാർട്ടിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അത് നമ്മൾ വർക്കിംഗ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തുകൊണ്ട് ഹാർട്ട് ഇതേപോലെ ഇത്ര കറക്റ്റായിട്ട് റിതമിക് ആയിട്ട് ഒരേ താളത്തിൽ ഒരേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, എന്താണ് ഹാർട്ട് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള കാരണം, എന്ത് എനർജി അല്ലെങ്കിൽ എന്ത് ഇമ്പൾസ് കിട്ടിയിട്ടാണ് ഹാർട്ട് ഇതേപോലെ ഒരേപോലെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് നോക്കുന്നത്. അടുത്തത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് നോക്കാം. ഒരു ECG വേവ് ഫോം മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് വോൾട്ടേജ് ലെവൽസ് ആണ് അതിൽ കാണിക്കുക. X ആക്സിസിൽ ടൈമും Y ആക്സിസിൽ വോൾട്ടേജും ആണ്
ഉണ്ടാവാറ് സാധാരണ. അപ്പം ആ ECG അവിടെ കിട്ടുന്ന വോൾട്ടേജ് ലെവൽസ് എന്ന് പറയുന്നത് എന്താണ്, ബയോ പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ബൈ ദ മസിൽസ് ഓഫ് ഹാർട്ട് ആണ്. ഹാർട്ടിൻ്റെ മസിൽസ് ജനറേറ്റ് ചെയ്യുന്ന ബയോ പൊട്ടൻഷ്യൽസ് ആണ് എന്താ നമ്മൾ കഴിഞ്ഞ ഇതിൽ ക്ലാസ്സിൽ പഠിച്ചതുപോലെ അതിൽ ഹാർട്ടിൽ ഉണ്ടാകുന്ന റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അത് ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഹാർട്ട് ജനറേറ്റ് ചെയ്യുന്ന ബയോ പൊട്ടൻഷ്യൽസ് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഹാർട്ടിൻ്റെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ റെസ്റ്റിങ്ങിൽ നിന്നും ആക്ഷനിലോട്ട് പോകുന്ന ഡീപോളറൈസേഷനോ റീപോളറൈസേഷൻ. അപ്പോൾ ഹാർട്ടിൻ്റെ വർക്കിങ്ങിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ആണ്. ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും ആക്ഷൻ സ്റ്റേറ്റിലോട്ട്, അതായത് ഒരു എക്സൈറ്റേഷൻ കിട്ടിയിട്ട് സെല്ല് എക്സൈറ്റഡ് ആകുമ്പം ഉണ്ടാകുന്ന ആ വോൾട്ടേജ് വേരിയേഷൻ അല്ലെങ്കിൽ സെല്ലിൻ്റെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സ് ഡീപോളറൈസേഷൻ. അത് തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്ന റീപോളറൈസേഷൻ. അപ്പം ഹാർട്ടിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മെഷർ ചെയ്തെടുക്കുന്നത്. അതിനാണ് ബയോ പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ബൈ ദി ഹാർട്ട് മസിൽസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ആക്ഷൻ പൊട്ടൻഷ്യലും. ഇനി അത് എങ്ങനെയാണ് ഹാർട്ടിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ ഉണ്ടാവുന്നത് നോക്കാം. ഹാർട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സെറ്റ് ഓഫ് ചേമ്പേഴ്സ് ആണ്, രണ്ട് ആട്രിയ, റൈറ്റും ലെഫ്റ്റും, അതേപോലെ തന്നെ വെൻട്രിക്കിൾസും റൈറ്റും ലെഫ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരാൾ ലെഫ്റ്റ് ഓറിക്കിൾ അല്ലെങ്കിൽ ആട്രിയം ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കളക്ട് ചെയ്യുമ്പം ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കളക്ട് ചെയ്യും. അപ്പം ഈ ഭാഗം എക്സൈറ്റഡ് ആകുമ്പം ഇത് എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുമ്പം ഇവിടെ ഉണ്ടാകുന്ന ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പമ്പ് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടും പമ്പ് ചെയ്യും. ഈ ഭാഗം എക്സൈറ്റഡ് ആകുമ്പം ഇതും കോൺട്രാക്ട് ചെയ്യും. ഇത് കോൺട്രാക്ട് ചെയ്യുമ്പം ഇവിടെ എന്ത് ചെയ്യും, പമ്പിങ് നടക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ഇത് ഡീഓക്സിജനേറ്റഡ് ആയത് കാരണം ലങ്സിലോട്ട് പോകും. ഇവിടെ ഉള്ളത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയത് കാരണം ഇത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. അതായത് അവിടെ സംഭവിക്കുന്നത് ആദ്യം ഓറിക്കിൾസ് എക്സൈറ്റഡ് ആവും, അത് കോൺട്രാക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇത് ഫില്ലാകുമ്പോഴേക്ക് എന്ത് സംഭവിക്കും, വെൻട്രിക്കിൾസിന് എക്സൈറ്റേഷൻ കിട്ടുമ്പം ഇത് കോൺട്രാക്ട് ചെയ്യും. ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് എങ്ങോട്ട് പമ്പ് ചെയ്യും, അതിൽ നിന്ന് പുറത്തേക്ക്, ഇത് ലങ്സിലേക്കും ഇത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പമ്പിങ് നടക്കും. ഇതാണ് ഹാർട്ടിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ഇത് കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ അതിനൊരു എക്സൈറ്റേഷൻ കിട്ടണം. ആ എക്സൈറ്റേഷൻ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ വർക്കിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പം അത് ഈ കാർഡിയാക് കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് ഈ റൈറ്റ് ആട്രിയത്തിൻ്റെ ഏകദേശം മോൾ ഭാഗത്തായിട്ടൊരു സിനോ ആട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇതാണ് ഹാർട്ടിലെ എല്ലാ ബീറ്റ്സിനെയും ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ഹാർട്ട് റേറ്റ് തീരുമാനിക്കുന്നതും ഹാർട്ടിലെ ഇമ്പൾസ്, ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പോർഷനാണ് SA നോഡ് എന്ന് പറയുന്നത്. SA നോഡിനാണ് നമ്മളുടെ ഹാർട്ടിൻ്റെ നാച്ചുറൽ പേസ് മേക്കർ ആയിട്ട് പറയുന്നത്. അപ്പം ഹാർട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തവർക്ക് മിടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് നമ്മൾ പേസ് മേക്കർ. അപ്പം അത് നാച്ചുറൽ പേസ് മേക്കർ ഓഫ് ഹ്യൂമൻ ബോഡിയാണ് എന്ത്, ഈ SA നോഡ് അല്ലെങ്കിൽ സിനോ ആട്രിയൽ നോഡ് എന്ന് പറയും. ഇവിടെ നിന്നാണ് ഹാർട്ടിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്ത് ജനറേറ്റ് ചെയ്യപ്പെടുക, ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുക. അത് തന്നെയാണ് ഹ്യൂമൻ ബീങ്ങിനെ നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നേ നമുക്കിതുവരെ എങ്ങനെ എന്ത് കാരണം കൊണ്ട്, അതാണ് ജീവൻ്റെ ഒരു ഹ്യൂമൻ ബോഡീൻ്റെ ലൈഫ് അല്ലെങ്കിൽ ജീവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ഫങ്ഷൻസ് എന്താവും, സ്റ്റോപ്പ് ആവും. അപ്പം ഇവിടെയാണ് ഈ SA നോഡിലാണ് ഹാർട്ടിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുമ്പം അതെന്ത് സംഭവിക്കും, ഈ ഒരു പൾസ് കിട്ടുന്നത് കാരണം ഇവിടെ ഇതിനെന്തുണ്ടായിരിക്കും, ഒരു എക്സൈറ്റഡ് ആവും. ഈ ഏരിയയിലുള്ള രണ്ടിനെയും ഈ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഈ രണ്ട് ആട്രിയത്തിൻ്റെ മുകളിലും എന്താവും, സ്പ്രെഡ് ആവും. ഈ ഇമ്പൾസ് മൊത്തം കവർ ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരും. രണ്ട് ആട്രിയത്തിൻ്റെ മുകളിലും സ്പ്രെഡ് ആവുമ്പം അത് എക്സൈറ്റഡ് ആവും. അവിടെ എക്സൈറ്റഡ് ആവുന്ന സമയത്ത് അത് റെസ്റ്റിങ്ങിൽ നിന്നും ആക്ഷനിലോട്ട് പോകും. അതിൻ്റെ ഫലമായിട്ട് ഡീപോളറൈസേഷൻ വരും. അപ്പം ആട്രിയ എന്നാണ് പറയുന്നത്. റൈറ്റും ലെഫ്റ്റും എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എങ്ങോട്ട് വരുന്നത്,
ബ്ലഡ് വെൻട്രിക്കിൾസിലോട്ട് വരുന്നത്. ഇനി ഇതിൽ നിന്ന് വരുന്ന ആ ഇലക്ട്രിക് ഇമ്പൾസ് അപ്പം തന്നെ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെൻട്രിക്കിൾസ് ഉടനെ തന്നെ എക്സൈറ്റഡ് ആവുകയും അത് കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അപ്പം തന്നെ കോൺട്രാക്ട് ആയി കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് ഇജക്ട് ചെയ്തിട്ട് ഇവിടെ കളക്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം ഇവിടുന്ന് വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് വെൻട്രിക്കിളിലേക്ക് പരക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡിലേ ഉണ്ടായിരിക്കും. ആ ഡിലേ ഒരു ഗേറ്റ് വേ ഉണ്ട്. അതായത് SA നോഡിൽ നിന്നും ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തുന്നത് ഇവിടെ ആട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്. ഈ ആട്രിയോ വെൻട്രിക്കുലാർ നോഡ് അല്ലെങ്കിൽ AV നോഡ് എന്ന് പറയും. ഈ AV നോഡാണ് ഈ വെൻട്രിക്കിൾസിലേക്കുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ ഒരു ഗേറ്റ് വേ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഗേറ്റ് വേ എന്ന് പറയുമ്പം അത് ഈ വെൻട്രിക്കിൾസിലേക്ക് ഇമ്പൾസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ഈ AV നോഡിൻ്റെ ഫങ്ഷനാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ളായിട്ട് ഇവിടുന്ന് ബ്ലഡ് ഇങ്ങോട്ട് ഇജക്റ്റ് ചെയ്ത് വരാനുള്ള ഒരു സമയം, ഒരു ഡിലേ വേണം. അത് കഴിഞ്ഞിട്ട് വെൻട്രിക്കിൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കോൺട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതൊരു ഗേറ്റ് വേ ആയിട്ട് വർക്ക് ചെയ്യും. SA നോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസിന് ആര് കളക്ട് ചെയ്യും? AV നോഡ് കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്തിട്ട് ആ ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ ഈ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൈബേഴ്സിലോട്ട് എന്ത് ചെയ്യും? ഈ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിലോട്ട് കൊടുക്കും. അതിന് ആട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ എന്ന് പറയാറുണ്ട്. അതിന് ഈ ഒരു നീല കളറിൽ കാണിച്ചിരിക്കുന്ന ഇത് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇമ്പൾസ് താഴോട്ട് എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. അതിൽ കുറേ ഫൈബേഴ്സ് ഉണ്ട് ഈ ബണ്ടിൽ. ഇതിന് നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്നും കൂടി പറയും. അപ്പം ഇതിൽ കുറേ ഫൈബേഴ്സ് ഉണ്ട്. പെർക്കിൻജെ ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഫൈബേഴ്സ് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇതിലൂടെയൊക്കെ ട്രാവൽ ചെയ്തിട്ട് മൊത്തം എന്ത് ചെയ്യും? രണ്ട് വെൻട്രിക്കിളിൻ്റെ മുകളിലും സ്പ്രെഡ് ആവും. ആ ഒരു പൾസ് കിട്ടുകയാണ്. പൾസ് സ്പ്രെഡ് ആവുന്നതിൻ്റെ ഫലമായിട്ട് രണ്ട് വെൻട്രിക്കിളിൻ്റെ ഭാഗവും എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആവും. എക്സൈറ്റഡ് ആവുമ്പം അതും റെസ്റ്റിങ്ങിൽ നിന്നും ആക്ഷനിലോട്ട് പോകും. ദാറ്റ് മീൻസ് അവിടെ ഡീപോളറൈസേഷൻ സംഭവിക്കും. ഇവിടെ ഡീപോളറൈസേഷൻ സംഭവിക്കുമ്പോഴേക്ക് ഇവിടുത്തെ വീണ്ടും എന്തുണ്ടാവും? റീപോളറൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഈ SA നോഡിൽ നിന്ന് ഇമ്പൾസ് വന്നിട്ട് ഇവിടെ എക്സൈറ്റഡ് ആയിട്ട് ഇത് ഡീപോളറൈസേഷൻ സംഭവിക്കും. അപ്പോൾ അത് കോൺട്രാക്ട് ചെയ്യും. ബ്ലഡ് ഇങ്ങോട്ട് പമ്പ് ചെയ്യപ്പെടും. അവിടുന്ന് ആ ഇമ്പൾസ് ട്രാവൽ ചെയ്തിട്ട് AV നോഡ് വഴി AV നോഡിലോട്ടാണ് കൊടുക്കുന്നത്. പിന്നെ AV നോഡാണ് ഇതിന് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യിക്കുന്നത്. അപ്പോഴേക്കും ഇവിടുത്തെ ഇമ്പൾസ് അതിൻ്റെ എഫക്റ്റ് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യും? അത് വീണ്ടും പഴയ സ്റ്റേജിലേക്ക് പോകും. അതായത് റീപോളറൈസേഷൻ സംഭവിച്ചിട്ട് പഴയ സ്റ്റേജിലേക്ക് പോകുമ്പം അത് ചുരുങ്ങിയത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സംഭവിക്കുന്നത് ഇവിടെയാണ്. അതെന്ത് ചെയ്യും? അപ്പം ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഫലമായിട്ട് രണ്ട് വെൻട്രിക്കിൾസും എന്താവും? എക്സൈറ്റഡ് ആവും. എക്സൈറ്റഡ് ആകുമ്പം അതിന് ഡീപോളറൈസേഷൻ സംഭവിക്കും. അപ്പം എന്ത് ചെയ്യും? അത് പമ്പ് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുന്ന ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഇത് ചുരുങ്ങുമ്പം അവിടെ ഉണ്ടാകുന്ന ബ്ലഡ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പമ്പ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഹാർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഇമ്പൾസ് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ആ ഇമ്പൾസ് തീരുമ്പം ഇതെന്ത് ചെയ്യും? വീണ്ടും റീപോളറൈസേഷൻ സംഭവിച്ചിട്ട് വീണ്ടും പഴയ പടിയാവും. അപ്പോഴേക്ക് SA നോഡിൽ നിന്നും അടുത്ത ഇമ്പൾസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഇവിടെ ഡീപോളറൈസേഷൻ സംഭവിക്കും. ആ ഇമ്പൾസ് താഴേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പഴയ രീതിയിലേക്ക് റീപോളറൈസേഷൻ സംഭവിക്കും. ഇവിടെ ഡീപോളറൈസേഷൻ വരും. അതിൻ്റെ ഫലമായിട്ട് പമ്പിങ്, കോൺട്രാക്ഷൻ നടക്കും. കോൺട്രാക്ഷൻ വരുമ്പോൾ ബ്ലഡ് പമ്പ് ചെയ്യപ്പെടും. വീണ്ടും അത് ആ ഇമ്പൾസിൻ്റെ എഫക്റ്റ് തീരുമ്പം അത് വീണ്ടും പഴയ പടിയാവും. റീപോളറൈസേഷൻ നടന്നിട്ട് പഴയ പടിയാവും. ഈ പ്രോസസ്സ് ഇങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഹാർട്ടിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള മസ്കുലാർ കോൺട്രാക്ഷൻസ് നെസസറി ടു മെയിൻറ്റെയിൻ ഹാർട്ട്സ് പമ്പിംഗ് ആർ ഇനീഷ്യേറ്റഡ് ബൈ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ ഓഫ് SA node and then depolarization and subsequent repolarization of AV node. അതായത് ഇവിടെ നടക്കുന്ന ഡീപോളറൈസേഷനും കുറച്ച് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ റീപോളറൈസേഷനും പിന്നെ AV നോഡിൽ നടക്കുന്ന ഡീപോളറൈസേഷനോ റീപോളറൈസേഷനോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഈ SA നോഡ് ഓരോ പെർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ എന്ത് പ്രൊവൈഡ് ചെയ്യും? സിഗ്നൽസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ ഹാർട്ടിൻ്റെ മുകളിലൂടെ സ്പ്രെഡായി ആദ്യം ഓറിക്കിൾസിനെ എക്സൈറ്റ് ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് വെൻട്രിക്കിൾസിനെ എക്സൈറ്റ് ചെയ്യിക്കും. ആ എക്സൈറ്റ് ചെയ്യുമ്പം ഇത് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുമ്പം അതിലുള്ള ബ്ലഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പം ഈ
ആക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത്, അതായത് ഇവിടുത്തെ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ നടക്കുമ്പോഴും ഇവിടുത്തെ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ നടക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന ബയോ പൊട്ടൻഷ്യൽസ്, അതായത് ഡീപോളറൈസ്ഡ് അവസ്ഥയിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും, വീണ്ടും പഴയതിലേക്ക് പോകുമ്പോൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആവും. അപ്പം ഈ ഹാർട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫങ്ഷൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മൾ ECG വെച്ചിട്ട് അതിൻ്റെ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് ഹാർട്ടിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ബയോ പൊട്ടൻഷ്യൽസ് പിക്ക് ചെയ്യുന്നത്. അപ്പം അതിനൊരു ഗ്രാഫായിട്ട് മാറ്റുന്നതാണ് നമ്മൾ ECGയിൽ കാണുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ബയോ പൊട്ടൻഷ്യൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ECG എന്ന് പറയുന്ന ഡിവൈസ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ വേവ് ഫോംസ് കിട്ടും. അതൊരു നോർമൽ പേഴ്സണിൽ എന്തായിരിക്കും, ഇതിനൊരു പെർട്ടിക്കുലർ വാല്യൂ കണക്കൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഹാർട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ പിക്ക് ചെയ്യുന്ന പൊട്ടൻഷ്യൽസിൽ, അതായത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആണെങ്കിലും ആക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിലും, അതായത് അവിടുന്ന് കിട്ടുന്ന ആ വേവ് ഫോംസിൻ്റെ ഇൻ്റർവെല്ലിൽ, അതായത് അതിൻ്റെ ടൈം ഡിലേയിലും അതേപോലെ തന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് കണ്ടക്ട് ചെയ്ത് ഇങ്ങോട്ട് വരാനൊക്കെ എടുക്കുന്ന ടൈം കൃത്യമല്ല, അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്താണ്, നോർമൽ അല്ല എന്നാണ്. അപ്പോൾ ആ ECG വേവ് ഫോം നോക്കിയിട്ട് ഫിസിഷ്യൻ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ, എത്ര വോൾട്ടേജ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഹാർട്ടിൻ്റെ നോർമൽ വർക്കിംഗ് ആണോ എന്ന് എന്ത് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് ECG. അപ്പം അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഹാർട്ടിൻ്റെ നോർമൽ ECGയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലാണ് ഫർദർ ടെസ്റ്റിന് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. അപ്പം ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു റെക്കോർഡഡ് ഫോമാണ് എന്ത്, ECG എന്ന് പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ പേഴ്സൻ്റെ ഹാർട്ടിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഏകദേശ രൂപം ഫിസിഷ്യന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹാർട്ട് എന്താണ്, ഹാർട്ടിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഈ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതേപോലെ എക്സ്പ്ലെയിൻ എഴുതുന്ന സമയത്ത് ഇത്രയൊന്നും ആവശ്യമില്ല. ഇത്രയും പോർഷൻ തന്നെ എന്താണ്, അത് സഫീഷ്യൻ്റ് ആണ്. ഇത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ SI നോഡും AV നോഡൊക്കെ കറക്റ്റായിട്ടുണ്ടായിരിക്കണം. ഇത്രയും പോർഷൻ തന്നെ എഴുതിയാൽ മതി. പക്ഷെ പറയുമ്പം ഫുള്ള് പറയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്ര ലെങ്തി ആയി പോകുന്നത്. എഴുതുമ്പോൾ അത്രയൊന്നും ആവശ്യമില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.